ഇന്നത്തെ ഗോസ്പൽ എന്നൊരു സംശയമാണ്. ആരാണ് കൂടുതൽ ദുഷ്ടൻ? അപ്പൻ ഹെരോദോസാണ്, മകൻ ഹെരോദോസാണ്? അപ്പൻ ഹെരോദോസ് ഈശോനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോനെ കാണാമെന്ന് ജ്ഞാനികളോട് പറയുന്നു, നിങ്ങൾ വഴി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്നെ അറിയിക്കും, ഞാൻ വന്ന് ആരാധിക്കാം. ഞാൻ വന്ന് ആരാധിക്കാമെന്ന് ഇയാൾ പറയുന്നത് ഈശോനെ കൊന്നുകളയാനാണ്. മകൻ ഹെരോദോസും ഇന്നത്തെ ഗോസ്പലിൽ കാണുന്നു, ഈശോനെ കാണാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇയാൾ ആഗ്രഹിച്ചത് ഈശോനെ കൊന്നുകളയാനല്ല, ഈശോനെ കൂടെ നിർത്താനാണ്. ഈശോനെ കൂടെ നിർത്തുന്നത് എന്തിനാ? ഈശോയുടെ എൻ്റർടൈൻമെൻറ്റ്, ഈശോയുടെ അത്ഭുതങ്ങളൊക്കെ കാണാം. കാരണം ഈശോനെക്കുറിച്ച് നാട്ടുകാർ ഭയങ്കര ഇമ്പ്രസീവായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ കൂടെ നിർത്തിയാൽ ഗുണമുണ്ടാവും. തൻ്റെ ആഗ്രഹത്തിനൊത്ത വിധം താൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു കുപ്പിയിലടച്ച ഭൂതത്തെ പോലെ ഈശോനെ കൂടെ നിർത്താമെന്നാണ് മകൻ ഹെരോദോസ് ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ ഗോസ്പൽ 23-ാം അധ്യായത്തിൽ പീലാത്തോസ് ഹെരോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈശോനെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ. അപ്പോൾ ഹെരോദോസ് വളരെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവൻ്റെ അത്ഭുതങ്ങൾ കാണാവുന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ഈശോ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും പ്രോപ്പറായിട്ട് മറുപടി കൊടുത്തില്ല. ഇതാണ് ഹെരോദോസിനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അപഹാസ്യനായിട്ട് ഈശോനെ അവിടെ നിന്ന് അയാളെ ഇറക്കി വിടുകയാണ്. നമ്മൾ പലപ്പോഴും ഈ മകൻ ഹെരോദോസിനെ പോലെയാണ് ദൈവത്തെ കാണുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്ന, നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മളിങ്ങനെ മെനഞ്ഞെടുക്കുകയാണ്. എന്തെങ്കിലും തിരിച്ചടി കിട്ടിക്കഴിയുമ്പോൾ ദൈവമില്ലെന്ന് നമ്മൾ പറയുകയും ചെയ്യും. ആരാണ് കൂടുതൽ ദുഷ്ടൻ? ദൈവമില്ലെന്ന് പറയുന്ന, ദൈവത്തെ കൊന്നുകളയുന്ന നിരീശ്വരവാദികളാണോ, അല്ലെങ്കിൽ ഒരുത്തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ദൈവത്തെ മെനഞ്ഞെടുക്കുന്ന, ദൈവത്തെ മെരുക്കിയെടുക്കുന്ന സോ കോൾഡ് വിശ്വാസികളാണോ?